ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗണപതി നാരങ്ങ ഏറ്റവും വലിയൊരു തരം നാരങ്ങയാണിത്. ഇത് നമുക്ക് അച്ചാറിടാനും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ നല്ല ഗുണങ്ങളുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചെടി എന്ന് പറയുന്നത്. അധികം ഒന്നും വലുപ്പമില്ലാത്ത ഒരു കുറ്റിച്ചെടി പോലെയാണ് ഇത് ഉണ്ടാകുക. ഈ നാരങ്ങ ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേര് എന്ന് പറയുന്നത്, ഇതിൻ്റെ കായ എന്ന് പറയുന്ന ഈ നാരങ്ങയും നമുക്ക് ദഹനശക്തിയൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഉദര രോഗങ്ങൾക്കൊക്കെ ഇത് വളരെയേറെ നല്ലതാണ്. പിന്നെ ഈ നാരങ്ങയുടെ നടുന്ന രീതി എന്ന് പറയുന്നത് ഏപ്രിൽ മാസമാണ് ഇത് കൂടുതലായിട്ട് നട്ടു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൊമ്പ് നട്ടിട്ടാണ് ഇത് കൂടുതലായിട്ട് നല്ല പെട്ടെന്ന് തന്നെ വളർന്ന് നമുക്ക് ഇതേപോലെ കായ്കൾ ഉണ്ടായി കിട്ടുക. കുരു നടുന്നതിനെക്കാട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കൊമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. പിന്നെ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് മണ്ണും ചാണകപ്പൊടിയും പിന്നെ പൂഴി ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. ഒരു കവറിൽ എന്തെങ്കിലും നട്ട് കൊടുത്തതിന് ശേഷം അല്പം ഒന്ന് വളർന്നതിന് ശേഷം മാത്രം ഇതൊന്ന് നിലത്തൊന്ന് നട്ട് കൊടുത്താൽ മതി. നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിത് വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഈ നാരങ്ങയുടെ പൂവും അതേപോലെ തന്നെ നമുക്ക് ഈ പൈൽസിനൊക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ മരം എന്ന് പറയുന്നത് ആകെ ഈ ഒരു വലിപ്പം മാത്രമാണുള്ളത്. കൊമ്പ് ചെറിയൊരു തരത്തിലുള്ള കൊമ്പ് മാത്രമാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ കായ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗം മാത്രം നല്ലൊരു വണ്ണത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് മറ്റുള്ള നാരങ്ങയേക്കാൾ ഇരട്ടി വലുപ്പത്തിലാണ് ഇതുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ പൊട്ടി വീഴുക അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ഉറപ്പ് തന്നെയാണ് ഇതുള്ളത്. പിന്നെ ഇത് നാരങ്ങ നമ്മൾ ഈ നാരങ്ങ വെക്കാനായിട്ട് അച്ചാറിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് കത്തി കൊണ്ട് മുറിക്കരുത്. അപ്പോൾ ഇതിനൊരു കയ്പ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഉള്ളിൽ കത്തി പറ്റാത്ത വിധത്തിൽ പുറത്ത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം അതിങ്ങനെ ഉരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കാമ്പിനൊന്നും പറ്റാതെ വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ കയ്പ്പില്ലാതെ നമുക്കിത് അച്ചാറിടാൻ എല്ലാത്തിനും ഇത് പറ്റും. നല്ല ടേസ്റ്റാണിത്. പച്ചയിൽ കഴിക്കാനായിട്ട് അല്പം ഒന്ന് പഴുത്തുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതേപോലെ ഒരു എന്താ പറയുക, ഒരു തേങ്ങയുടെ വലിപ്പം തന്നെ ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇത് ഞങ്ങളിവിടെ നട്ട് കൊടുത്തിട്ടുള്ളത് ഓവർ വെയിലുള്ള സ്ഥലത്തൊന്നും അല്ല. പിന്നെ അത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് വെയിൽ കിട്ടുന്ന സ്ഥലം മാത്രമാണ്. പിന്നെ ദിവസം ഒരു നേരമെങ്കിലും ഇത് നനച്ച് കൊടുക്കുക. ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.